സോ എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേരള ബാങ്ക് ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ ഭാഗമായ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാംസിന് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ ഒരു സ്റ്റേജ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർവ്യൂ, അഭിമുഖം. കുട്ടികൾക്ക് ഏറ്റവും ടെൻഷൻ അത് ആലോചിച്ചിട്ടാണ്. പക്ഷെ ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റേജ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ ഒരു എൻറ്റയർ പ്രോസസ്സിനകത്തെ ഏറ്റവും എളുപ്പത്തിന് ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ സാധിക്കുന്ന ഒരു ഗെയിം ആണ് ഇന്റർവ്യൂ. കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ടേക്ക് ഇറ്റ് ഫ്രം നിങ്ങൾക്ക് ഇപ്പം ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് കുറെ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻ ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും. റീസൺ എന്താണെന്നറിയോ? എക്സ്പീരിയൻസ് എന്നുള്ളത് മാത്രമാണ്. ഇന്റർവ്യൂവിനേക്കാൾ ഡിഫിക്കൽട്ട് ആണ് പ്രിലിംസും മെയിൻസും. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് ഇന്റർവ്യൂസ് നത്തിങ്. അത് നിങ്ങളൊന്ന് മനസ്സിൽ ഉൾക്കൊള്ളുക. ഒരു 100 മാർക്ക് ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ചെയ്യും. പക്ഷെ ഇന്റർവ്യൂ റൂമിൽ കയറുമ്പോൾ നിങ്ങൾ മുട്ടിടിക്കും. മുട്ടിടിക്കാത്ത ആൾക്കാരുണ്ട്, എന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് മുട്ടിടിക്കും. വൈ? എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ട്രെയിനിങ് ഇല്ല. ആ ഒരു ന്യൂനത പരിഹരിക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സബ് ഇൻസ്പെക്ടർ, LST സെക്രട്ടറി, ഇതിനൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞു. നൗ ഇറ്റ്സ് യുവർ ടേൺ. ഈ വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ വള്ളിപ്പുള്ളി വിടാതെ മാക്സിമം അഡ്ഹർ ചെയ്യാൻ ശ്രമിക്കുക. അത് വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇന്റർവ്യൂ ട്രെയിനിങ്ങിന്റെ ഭാഗമായി നമ്മുടെ ഈ ഒരു കോഴ്സിന് ഫീസും ഒന്നുമില്ല. അത് പല ആൾക്കാരും ചോദിക്കുന്നത് എത്രയാണ് ഫീസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ 1 രൂപ പോലും വാങ്ങിക്കുന്നില്ല. പക്ഷേ ഈ കോഴ്സ് ബെനിഫിഷ്യൽ ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചോയ്സ് ഓഫ് യു ചാരിറ്റി, നിങ്ങളുടെ ചോയ്സിലുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ, അതിപ്പം പ്രൈം മിനിസ്റ്ററിന്റെയോ ചീഫ് മിനിസ്റ്ററിന്റെയോ ഫണ്ട് ആവാം, ഏതിനാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ട് ഒക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ മാത്രം കൊടുക്കുക. വി വിൽ നോട്ട് ബി അക്സെപ്റ്റിംഗ് എനി ഫീസ് വാട്ട്സോഎവർ. അത് തുടക്കത്തിൽ ക്ലാരിഫൈ ആണ്. ഈ ഒരു നമ്പറിൽ ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കേരള ബാങ്ക് ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ബാച്ചിലേക്ക് ആഡ് ചെയ്യും. പ്രൊവൈഡ് നിങ്ങൾ പ്രൂഫ് കൊടുത്താൽ മതി. ഇന്റർവ്യൂ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ് അങ്ങനെ പ്രൂഫ് കൊടുക്കുക. അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ ധാരാളം ജോയിൻ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടുള്ളത്. ഓക്കെ, ഗൂഗിൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫുൾ ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കേണ്ടത്. കാരണം ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ നമ്മുടെ ഗ്രൂപ്പിലോ ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല. നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് വരാനായിട്ട്. ഓക്കെ, നമുക്ക് ബയോഡേറ്റ കറക്റ്റ് ചെയ്ത് തരാം, മോക്ക് ഇന്റർവ്യൂസ് എടുത്തു തരാം. എന്ത് സപ്പോർട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓൾറൈറ്റ്. അപ്പൊ ഇതിലേക്ക് പോകുമ്പോൾ, ഇന്റർവ്യൂ ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ, നമുക്കൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയുന്ന പോലാണ് ഇന്റർവ്യൂവിന്റെ കാര്യം എന്ന് പറയുന്നത്. ഏത് കെട്ടിടത്തിനും അടിത്തറ വേണം, ബേസ്മെന്റ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്. അപ്പൊ എങ്ങനെയാണ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്ന് വെച്ചാൽ ഒറ്റ വാക്കിയുള്ള ബയോഡേറ്റ. ഇവിടെ ഒരു ട്രാജഡി എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല പൊട്ടൻഷ്യൽ ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഭയങ്കര അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ഉള്ള, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, കുറെ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. പക്ഷെ അവരുടെ ബയോഡേറ്റ കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഇത് എന്ത് കഞ്ഞിയാന്ന് നമ്മൾ ആലോചിച്ചു. മറ്റേ ഒടിയൻ സിനിമയ്ക്കകത്ത് പറഞ്ഞ ഒടിയെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിച്ചു ആയിപ്പോട്ടെ ബയോഡേറ്റ ഉണ്ടെങ്കിൽ സംസാരിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവും നിങ്ങൾ ഭയങ്കര അച്ചീവ്മെന്റ്സ് ആണ്. സ്പോർട്സ് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര അച്ചീവ്മെന്റ്സ് ആണ്. അവരൊന്നും ബയോഡേറ്റയിൽ എഴുതില്ല. നിങ്ങളുടെ ബയോഡേറ്റയാണ് ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും അല്ല. വെൻ ഇറ്റ് കംസ് ടു ഇന്റർവ്യൂ, ഇറ്റ്സ് ഒരു ബയോഡേറ്റ. ബയോഡേറ്റ സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി യാത്ര കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം കുട്ടികളോട് ബയോഡേറ്റ റീറൈറ്റ് ചെയ്യിപ്പിക്കുന്നതിന്റെ റീസൺ അതാണ്. ബയോഡേറ്റയിൽ തന്നെ നമുക്ക് മാർക്ക് വരും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ബയോഡേറ്റ എഴുതേണ്ടതെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്നാലും ഫോർ ദ പർപ്പസ് ഓഫ് കേരള ബാങ്ക് വി വിൽ ഡിസ്കസ് ഇറ്റ് അഗൈൻ. ഏകദേശം ഒരു ബയോഡേറ്റയുടെ സ്ട്രക്ചർ മാത്രമാണിത്. ഓക്കെ, നിങ്ങൾക്ക് ബയോഡേറ്റ കിട്ടി കാണും, സിമിലർ ആണ്. ഇത് ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റിന്റെ പേര് കൃത്യമായിട്ട് എഴുതുക, നിങ്ങളുടെ ക്രമ നമ്പർ എഴുതുക, അഡ്രസ് എഴുതണം. സി, ഓരോ വരിയിലും നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ റിഫ്ലക്ട് ചെയ്യണം ബയോഡേറ്റയിൽ. ഇത് ഇന്റർവ്യൂ എന്ന് കഴിഞ്ഞാൽ അത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. കാര്യം നിങ്ങളുടെ വിവരം, നോളജ്, IQ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ത്രൂ പ്രിലിംസ് ആൻഡ് മെയിൻസ്. വാട്ട് റിമെയിൻസ് ഈസ് ദേ വാണ്ട് ടു ലുക്ക് അറ്റ് യു ആസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇന്റർവ്യൂ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ജെനുവിനിറ്റി. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എത്രത്തോളം ജെനുവിൻ ആണ്. രണ്ടാമത്തെ കാര്യം, കോൺഫിഡൻസ്. ഒരു 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 മാനേജറിയൽ പോസ്റ്റിലേക്ക്, ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ആർ യു കോൺഫിഡന്റ് ഇനഫ് ടു പെർഫോം വെൽ. ആ കോൺഫിഡൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനം ശ്രദ്ധിക്കേണ്ടത്. ബയോഡേറ്റയിലും അത് കൃത്യമായി എഴുതിയിരിക്കണം. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്രൗഡിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക. എല്ലാവരെയും പോലെ പെർഫോം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ എക്സ്ട്രാ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുമ്പോഴാണ് എക്സ്ട്രാ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നമുക്ക് ഇന്റർവ്യൂ വരുന്നത്. അത് ബയോഡേറ്റയിൽ നിന്ന് തന്നെ തുടങ്ങണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അഡ്രസ് എഴുതുമ്പോൾ എല്ലാവരും വാരി വലിച്ച അഡ്രസ്, എത്ര പേര് ഡിസ്ട്രിക്റ്റിന്റെ പേര് എഴുതിയിട്ടുണ്ട്? എനിക്കങ്ങനെ ബയോഡേറ്റ കുറെ പേര് അയച്ചു തന്നു. പകുതി ആൾക്കാർ ഡിസ്ട്രിക്റ്റിന്റെ പേര് എഴുതിയിട്ടില്ല. കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം.
നിങ്ങളൊരു വില്ലേജിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾ കൃത്യமான വില്ലേജിന്റെ പേര് വില്ലേജ് എന്ന് വെച്ച് തന്നെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. അവിടെ ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് മെൻഷൻ ചെയ്യാം. ഈ അഡ്രസ്സിന്റെ അവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയൊരു, ഇപ്പൊ ഞാൻ വരുന്നത് നമ്മുടെ ജഡായു റോക്കിനടുത്താണ് അല്ലെ, ചടയമംഗലം. സോ അത് ഞാനത് മെൻഷൻ ചെയ്യും അല്ലെ. സോ ആ ഒരു കാര്യം ബയോഡേറ്റ ഇല്ല, അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, അത് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ മതി. യുണീക്കായി നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. പ്രോപ്പർ ആയിട്ട് ബയോഡേറ്റ ഡിസ്ട്രിക്ട് സൈഡ് മെൻഷൻ ചെയ്യാം. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്യുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് ഫ്രം മെട്രിക്കുലേഷൻ, 10ാം തരം തൊട്ടുള്ള എഴുതണം. 10, +2, ഡിഗ്രി, PG. ചില ആൾക്കാർക്ക് നെറ്റ് സെറ്റ് ഒക്കെ ഉണ്ട്, ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് ഒരു കോളം എക്സ്ട്രാ വരച്ച് അതിനകത്തോട്ട് എഴുതാവുന്നതാണ്. അത് അഡ്വൈസബിൾ അല്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്തായാലും മെട്രിക്കുലേഷൻ മുതലുള്ളതെല്ലാം നിങ്ങൾ എഴുതണം. ഗ്രേഡ് പലരും ഫില്ല് ചെയ്യാറില്ല, അതിന്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ക്ലാസ് ഡിസ്റ്റിങ്ഷൻ അവാർഡ് മെഡൽ എന്നാണ് പറയുന്നത്. ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വന്നവർ A+A, B+B അങ്ങനെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വന്നവർ എന്ത് ചെയ്യും? നിങ്ങൾ ഗ്രേഡ് എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. PSC ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ഗ്രേഡ് എഴുതി പോയാൽ മതി, പേഴ്സൻറ്റേജ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഗ്രേഡ് എഴുതി തന്നെ പോവാം. ഇയറും കാര്യങ്ങളും ഒക്കെ കൃത്യമായി മെൻഷൻ ചെയ്യാം. ഇപ്പൊ എല്ലാവരും BTech അല്ലെങ്കിൽ MSc BSc എന്നൊക്കെ വെക്കുക, ഏത് സബ്ജക്റ്റ് ആണെന്ന് പറയണ്ടേ. ഇപ്പൊ BTech എന്ന് വെറുതെ വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ MBA വെറുതെ വെച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ BA വെറുതെ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഏത് സ്ട്രീം ആണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്യണം. +2-വിലും ഡിഗ്രിയിലും പോസ്റ്റ് ഗ്രാജുവേഷനും നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏത് ഡൊമൈനിലായിരുന്നു. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും സിമിലർ ആയിരിക്കും, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. നമുക്ക് അടുത്ത ചോദ്യം എവിടെ നിന്നാണ് വരുന്നത് അല്ലെ, എവിടെ നിന്നാണ് എന്നുള്ള കാര്യം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ വരാൻ സാധ്യതയുള്ള പ്രോബബിൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഇടാം. അതൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ മോക്ക് ഇന്റർവ്യൂവിന് വരാൻ. കറന്റ്ലി എംപ്ലോയിഡ് ആണോ എഴുതുക, ആണെങ്കിലോ അല്ലെങ്കിലും അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. പ്രീവിയസ് ജോബ് എക്സ്പീരിയൻസ് അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. നിലവിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. പിന്നെ ഈ ഒക്യുപ്പേഷൻ, മദർ, ഫാദർ, സ്പൗസ്, സിസ്റ്റർ, ബ്രദർ, അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പോകും. ഇപ്പം ബ്രദർ ഇല്ലെങ്കിൽ, സിസ്റ്റർ ഇല്ലെങ്കിൽ, സ്പൗസ് ഇല്ലെങ്കിൽ നില്ലെന്നിട്ടാൽ മതി, കുഴപ്പമില്ല. അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അൺഎംപ്ലോയിഡ്. ഇപ്പൊ നിങ്ങൾക്ക് സിസ്റ്റർ ഉണ്ട്, സിസ്റ്ററിന് ജോലിയില്ല, അപ്പൊ അവിടെ നില്ല് എഴുതുന്നതിന് ഒരു അൺഎംപ്ലോയിഡ് എന്ന് എഴുതുക. സിസ്റ്ററേ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിൽ എന്ന് എഴുതുക. ക്ലിയർ ആണല്ലോ. ചില ആൾക്കാർ മദറിന്റെ അവിടെ അല്ലെങ്കിൽ ഫാദറിന്റെ അവിടെ ഈ പറഞ്ഞ പോലെ റിട്ടയർഡ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി എന്ന് എഴുതാം, അല്ലെങ്കിൽ റിട്ടയർഡ് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി എന്ന് എഴുതാം. എന്തായിരുന്നു ജോലി എന്നുള്ളത് മെൻഷൻ ചെയ്യണം. ഗവൺമെന്റ് സർവന്റ് എന്നാണ്, പബ്ലിക് സർവന്റ് എന്നാണ് പലരും എഴുതുന്നത്. എന്താണ് ഇപ്പൊ ഏത് ഡൊമൈനിലാണ് എന്താണ് ജോലി എന്നുള്ള കാര്യം പല ആൾക്കാരും മെൻഷൻ ചെയ്യുക, മെൻഷൻ ചെയ്യുക. അപ്പം അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. കാര്യം നമ്മുടെ ഫാദർ, മദർ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, വർക്ക് എന്താണെന്ന് കൃത്യം മെൻഷൻ ചെയ്യാം. ഹോം മേക്ക് ആണെങ്കിൽ അത് മെൻഷൻ ചെയ്യാം, ജോലി ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെൻഷൻ ചെയ്തെല്ലാം പോകാവുന്നതാണ്. ഓക്കെ, റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാം. ഇവിടെ ചില ആൾക്കാർക്ക് ഉള്ള ഇൻസെക്യൂരിറ്റി, പലപ്പോഴും മോക്ക് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇൻസെക്യൂരിറ്റി, എനിക്ക് എത്ര വലിയ ജോലിയൊന്നുമുള്ള മാതാപിതാക്കളല്ല എന്ന് അവർ പറയും. ഇറ്റ് ഡസൻ മാറ്റർ. നമ്മൾ എപ്പോഴും നമ്മുടെ പേരൻസിന് നമുക്ക് അഭിമാനം ഉണ്ടായിരിക്കണം. പലപ്പോഴും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന നമ്മുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നോക്കും. നമ്മൾ വളരെ റിച്ച് ആയിട്ടുള്ള, ഒരു അഫ്ലുവന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര അടിപൊളി സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെയും നല്ല ചലഞ്ചിങ് ആയ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെയും ഇന്റർവ്യൂ ബോർഡ് നോക്കി കാണുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഒബ്വിയസ്ലി ചലഞ്ചിങ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഈ ലെവലിൽ എത്തി ഇന്റർവ്യൂ വരെ എത്തിയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ ഇംപ്രഷൻ വരും. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട്, ഫ്രാങ്ക് ആയിട്ട് തന്നെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ സോഷ്യലിസ്റ്റിക് സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത് മറക്കരുത്. പല ആവർത്തിയായി പല ആൾക്കാരുടെ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് ഇവിടുന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, യെസ്. പിന്നെ അപൂർവമായി ചില ആൾക്കാർക്കെങ്കിലും ഉള്ള ഒരു പ്രശ്നമാണ് ഇത്. ആർ യു കൺവിക്റ്റഡ് ബൈ എ കോർട്ട് ഓഫ് ലോ? ഏതെങ്കിലും കുറ്റത്തിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? അത് സത്യസന്ധമായി തന്നെ എഴുതണം. കഴിഞ്ഞ ബാച്ചിൽ ഇത്തരത്തിലുള്ള 2 കാൻഡിഡേറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു. ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസായിരുന്നു, ഒരു ഡ്രൈവിങ്ങിനകത്ത് പറ്റിയിട്ടുള്ള പെറ്റിയായിരുന്നു. ഒരു ഹെവി ഫൈൻ കിട്ടി, അദ്ദേഹം അത് അടച്ചു പോയി. മറ്റൊരാൾക്ക് കോളേജ് സമയത്ത് അടി ഉണ്ടാക്കാൻ പോയി, അതിന്റെ കേസ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അവരെ സത്യസന്ധമായിട്ട് വെച്ചു. അപ്പൊ ഇന്റർവ്യൂ കൂടെ ചോദ്യം ചോദിക്കാൻ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സർ, അത് ഞാൻ നിരപരാധിയായിരുന്നു, ആ നിയമവ്യവസ്ഥ എനിക്ക് ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിയമത്തിന്റെ പാതയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അങ്ങനെ ഉത്തരത്തിലേക്കാണ് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത്. മതി, അദ്ദേഹത്തിന് ഹൈസ്റ്റ് ടോപ്പ് മാർക്ക് കിട്ടിയ ഇന്റർവ്യൂ, നമുക്കത് മതിയല്ലോ. ഇതിന്റെ പേര് നിങ്ങൾക്ക് മാർക്ക് പോകുന്നൊന്നും പേടിക്കണ്ട. നിങ്ങൾ ആരെങ്കിലും തല്ലിക്കൊന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത്രത്തോളം ഹീനിയസ് ക്രൈം ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും യോഗ്യരല്ല ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ
ഇത് നോക്കുകയും വേണ്ട. അത്ര ഹീനിയസ് ആയിട്ടുള്ള ക്രൈമോ വല്ലതും ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നോ വേ. പക്ഷെ അല്ലപ്പം കോളേജ് സമയത്ത് ഒരു അടിപിടി നടന്നു. ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം കള്ളക്കേസ് ആയിരിക്കില്ല, നിങ്ങൾക്ക് മനഃപൂർവ്വം ചെയ്തതാവാം. അപ്പൊ പറഞ്ഞ സ്ഥലത്ത് മെച്യൂരിറ്റി ഇല്ലാത്തൊരു പ്രായത്തിൽ പറ്റിപ്പോയ ഒരു കാര്യമാണ്. ഞാൻ എന്റെ പാഠം ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാര്യം എന്നെ റിഫോം ചെയ്യുന്ന കാര്യത്തിൽ സിസ്റ്റം വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് ചെലുത്തിയത്, അല്ലെ? അത്ര സ്മാർട്ട് ആയിട്ട് ജെനുവിൻ ആയിട്ട് നമുക്ക് ആൻസേഴ്സ് പറയാൻ പറ്റും. ഇപ്പൊ ഈ ഒരു കാര്യത്തിനെ പറ്റി ആദ്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കസ് വിത്ത് മീ, നമുക്ക് വളരെ പ്രോപ്പർ ആയ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. അൺലെസ് യു ഹാവ് ഡൺ സം ഹീനിയസ് ക്രൈംസ്. അത്രത്തോളം മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നോ വൺ ക്യാൻ സേവ് യു. പക്ഷെ സത്യസന്ധമായിട്ട് നിങ്ങൾ കറക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ റിഫോംഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കിയതാണ്, നിങ്ങൾ ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണെങ്കിലൊക്കെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാൻ പറ്റും. നോ ഇഷ്യൂ ഓൺ ദാറ്റ്. ടോപ്പ് മാർക്ക് ഇവിടെ വീണിട്ടുണ്ട്. ഓക്കെ, ഈ ഈ കോളത്തിനകത്ത് ഇപ്പോഴും കേസ് നടത്തിയിട്ടുള്ള ആൾക്കാർക്ക് 13 മാർക്ക് വീണിട്ടുണ്ട്. ഇതും കൃത്യമായി മെൻഷൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകകരമാണ്. ക്രിമിനൽ ചാർജസ് നേരത്തെ പറഞ്ഞ കേസിൽ മറ്റേ ട്രാഫിക് ഇഷ്യൂ ആയതുകൊണ്ട് അത് ക്രിമിനൽ ചാർജ് അല്ലല്ലോ, അതുകൊണ്ട് അത് നമുക്ക് മെൻഷൻ ചെയ്യേണ്ടി വന്നില്ല. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടി വന്നിരുന്നു. ഹോബീസ് മെൻഷൻ ചെയ്യണം. ചാറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടോക്കിംഗ് വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, അതൊന്നും ഹോബി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതൊരു നാച്ചുറൽ ആക്ഷൻ മാത്രമാണ്. ഹോബി എഴുതുമ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഹോബീസ് എഴുതാം. സുഡോക്കു അല്ലെങ്കിൽ ചെസ്, റീഡിങ്, റൈറ്റിംഗ്, ട്രാവലിംഗ്, അല്ലെ, അല്ലെങ്കിൽ വർക്കിംഗ് ഔട്ട്, അതൊക്കെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഹോബീസ് എഴുതാവുന്നതാണ്. വളരെ സില്ലി ആയിട്ടുള്ള ഹോബീസ് എഴുതരുത്. സീരിയസ് ആയിട്ടുള്ള ഹോബീസ് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പിന്നെ 9ാമത്തെ കോളമാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. പല ആൾക്കാരും വിട്ട് കളയുന്ന ഒരു കോളം 9ാമത്തെ കോളമാണ്. അവർക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് ഇല്ല, വോളണ്ടിയറിംഗ് ഇല്ല, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇല്ല. അയ്യോ എന്ത് ചെയ്യും ഡൗട്ടാണ്. നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യുവർ ഇൻട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ ഓർ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താല്പര്യമോ പ്രവർത്തനങ്ങളോ നേട്ടങ്ങളോ. നിങ്ങൾ സ്പോർട്സിലെ ഡിസ്ട്രിക്ട് ലെവലിൽ പോയി മെഡൽ അടിക്കണമെന്നില്ല. നിങ്ങൾ എവിടെങ്കിലും 10 കിലോമീറ്റർ ഓടാൻ അല്ലെങ്കിൽ 10 മീറ്റർ ഓടാൻ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം, സ്പ്രിന്റിങ് എഴുതാം. മനസ്സിലായല്ലോ? കൾച്ചറൽ ആക്ടിവിറ്റീസ്, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ നഴ്സറി ഗാനം എങ്ങനെ പാടാൻ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. അതവിടെ എഴുതാം. ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ എഴുതാം. ഇൻട്രസ്റ്റ്, പാർട്ടിസിപ്പേഷൻ. അപ്പൊ ഇത് മാക്സിമം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഫില്ല് ചെയ്യുമ്പോൾ പരമാവധി യുണീക്ക് ആയിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആവർത്തന വിരസതയാണെങ്കിൽ ക്ഷമിക്കുക, അതിന് കേട്ടുള്ള ഒരു കോമഡി ആണെങ്കിൽ ക്ഷമിക്കുക. 2024 SI ബാച്ചിൽ വളരെ സ്മാർട്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഫ്ലഡിന്റെ സമയത്ത് പെൺകുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. അതിന് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു പേഴ്സണാലിറ്റിയാണ്. പക്ഷെ അദ്ദേഹം അത് എഴുതിയിരുന്നത് കൾച്ചറൽ ആക്ടിവിറ്റീസിന് അവിടെയാണ്. ഈ സാംസ്കാരിക പ്രവർത്തനം അല്ലല്ലോ, അത് വോളണ്ടിയറിംഗ് ആണ്, ഈ സോഷ്യൽ ആക്ടിവിറ്റി അല്ലേ. നമ്മളതിനെ മാറ്റി ഇതിനകത്ത് എഴുതി കൊടുത്തു. മനസ്സിലായല്ലേ? അപ്പൊ നമ്മൾ എഴുതുന്ന കാര്യം എവിടെ എഴുതുന്നു എന്നുള്ളതൊരു ഹൈലൈറ്റ് ആണ്. അദ്ദേഹത്തിന് ടോപ്പ് മാർക്ക് കിട്ടിയിരുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ അത് എവിടെ എഴുതുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, NCC വോളണ്ടിയർ ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലഡ് ഡൊണേഷൻ സോഷ്യൽ ആക്ടിവിറ്റീസിൽ എഴുതാം. NCC വോളണ്ടിയർ വോളണ്ടിയറിംഗിൽ എഴുതാം. ഇവിടെ NCC എഴുതാം, അല്ലെങ്കിൽ ഇവിടെ NSS ഉണ്ടെങ്കിൽ NSS എഴുതാം. സപ്പോസ് നിങ്ങൾക്ക് അത്ര വോളണ്ടിയറിംഗ് ആക്ടിവിറ്റി ഇല്ല, പക്ഷെ നിങ്ങൾ ബ്ലഡ് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലഡ് ആക്ടിവിറ്റി 2018 കേരള ഫ്ലഡിന്റെ സമയത്ത്, കോവിഡിന്റെ സമയത്തൊക്കെ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇവിടെ ബ്ലഡ് ഡൊണേഷൻ എഴുതാം, ഇവിടെ കോവിഡ് അല്ലെങ്കിൽ ഫ്ലഡിന്റെ സമയത്തുള്ള വോളണ്ടിയറിംഗ് ആക്ടിവിറ്റീസ് ഇവിടെ എഴുതാം. ഇവിടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നില്ല. ഇൻട്രസ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മതി, പക്ഷെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യം മാത്രമേ എഴുതാവൂ. തള്ളാൻ നിൽക്കരുത് അവിടെ കയറി. ഓക്കെ, സയൻസ് ആൻഡ് ടെക്നോളജി ഒന്നും പൊതുവെ ആരും എഴുതുന്നതല്ല. അതുകൊണ്ട് അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എഴുതാൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. എഴുതാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അംബിഷൻ. ഇവിടെ 10ഉം 12ഉം കണക്റ്റഡ് ആയിരിക്കണം. ചില ആൾക്കാർ മോട്ടിവേഷൻ ഫാക്ടറിനകത്ത് പബ്ലിക് സർവീസ്, സോഷ്യൽ സർവീസ്, അത് ഇതെല്ലാം എഴുതിയിരിക്കും. അംബിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ടു ലിവ് ഹാപ്പിലി എന്നൊക്കെ എഴുതിയിരിക്കും. അതല്ല നമ്മുടെ അംബിഷൻ. ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഒരു പബ്ലിക് സർവീസ് അല്ലെങ്കിൽ സോഷ്യൽ സർവീസ്, ഒരു ആൾട്രോയിസ്റ്റിക് പെർസ്പെക്റ്റീവിലുള്ള ഒരു നല്ലൊരു അംബിഷൻ തന്നെ നിങ്ങൾ എഴുതണം. ഇത് രണ്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കണം. അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അത്രയും ജെനുവൻ ആയിട്ട് പാഷനേറ്റ് ആയിട്ട് ഒരു ജോബിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കത് ബന്ധപ്പെടുത്തി എഴുതാൻ പറ്റും, അല്ലെ? യെസ്, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സയൻസ് ഫെയർ പ്രൈസ് കിട്ടിയത് എഴുതാമോ എന്നൊരു കാൻഡിഡേറ്റ് ചോദിക്കുന്നുണ്ട്. എഴുതാം, ഒരു കുഴപ്പമില്ല, ധൈര്യം എഴുതിക്കും. അപ്പൊ നിങ്ങൾ ചെയ്ത പ്രോജക്ട് എന്താണെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഓക്കെ, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾ എഴുതുക. ഓരോരുത്തരുടെ സ്ട്രെങ്ത്, ഓരോരുത്തരുടെ വീക്ക്നെസ് യുണീക്ക് ആണ്.
പേഴ്സണലി ഞാൻ പറയുന്ന ഒരു കാര്യം, ഇമോഷണൽ വൾണറബിലിറ്റീസ് അവിടെ എക്സ്പോസ് ചെയ്യാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഇമോഷണൽ വീക്ക്നസ് ഉണ്ട്, ഇമോഷണൽ വൾണറബിലിറ്റീസ് ഉണ്ട്. ചില ആൾക്ക് ഓവർ തിങ്കിങ് ഒക്കെ എഴുതും. അതൊന്നും ഒരിക്കലും നമ്മൾ ബയോഡേറ്റിൽ എഴുതാൻ പാടില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഒരിക്കലും ബയോഡേറ്റിൽ എഴുതരുത്. ഇപ്പൊ ഞാൻ ഓവർ തിങ്കർ, നിങ്ങൾ ഓവർ തിങ്കർ, മനുഷ്യനാണ്, അവൻ ഓവർ തിങ്കർ ആണ്. പക്ഷെ ബയോഡേറ്റിൽ നിങ്ങൾ എഴുതി പ്രശ്നമാകും. സൈക്കോളജിസ്റ്റ് ഇന്റർവ്യൂ പാനലുണ്ട്, അദ്ദേഹം അതിനെ എങ്ങനെ നോക്കിക്കാണുമെന്ന് നമുക്കറിയില്ല. ഒരു മാനേജറിയൽ പൊസിഷനിലേക്ക് ഒരു ഓവർ തിങ്കർ എടുത്തു കഴിഞ്ഞാൽ അവൻ പെർഫോം ചെയ്യും, അല്ലെങ്കിൽ അവള് അവിടെ പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ ചിന്തയായിരിക്കണം മനസ്സിൽ വരിക. റെഡ് ഫ്ലാഗ്സ് കൊടുക്കാതിരിക്കാം. ഓക്കെ, ചില കാൻഡിഡേറ്റ്സ് ഇമോഷണലി വൾണറബിൾ എന്നൊക്കെ പറയുന്ന വീക്ക്നസ് എഴുതും. അതൊരിക്കലും നമ്മൾ എഴുതരുതെന്നാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇതിനകത്ത് ഇത് റൂൾസ് ഒന്നുമില്ല, ഇത് എഴുതണം ഇത് എഴുതണം എന്ന റൂളൊന്നും ഇല്ല. അതിന്റെ ഒരു എക്സ്പീരിയൻസിനെ പുറത്ത് പറയുന്നതാണ്. വീക്ക്നസ്സുകൾ നിങ്ങൾ എഴുതുമ്പോൾ റെഡ് ഫ്ലാഗ് ഇല്ലാത്ത വീക്ക്നസ് എഴുതാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉള്ള വീക്ക്നസ്സിനാണ് നിങ്ങൾ ഈ പറഞ്ഞത്. പക്ഷെ അത് ബയോഡേറ്റയിൽ എഴുതുമ്പോൾ അത് നമ്മളെ ബാക്ക് ഫയർ ചെയ്തിരിക്കും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്ട്രീംലി കോഷ്യസ് ആയിരിക്കണം. ഞാൻ എഴുതിയ വീക്ക്നസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് കോംപ്രമൈസ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. വർക്ക് കൂടി കൂടി ഹെൽത്ത് കുളമാവും. പക്ഷെ ഐ വാസ് ആക്റ്റീവ്ലി ട്രൈങ് ടു ഓവർകം ദാറ്റ്. അപ്പൊ ഞാനത് കൃത്യമായിട്ടാണ് മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അത് ചോദ്യം വന്നെങ്കിൽ നന്നായിട്ട് ആൻസർ ചെയ്യുന്ന ഇന്റർവ്യൂവിനെ പറ്റിയിരുന്നു ചോദ്യം വന്നപ്പോൾ. അപ്പൊ അതാണ് അവിടെ നമ്മൾ പറയേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്ട്രെങ്ത്, വീക്ക്നസ്സുകൾ കൃത്യമായിട്ട് എഴുതുക. നമ്മൾ ഇന്റർവ്യൂ ബോർഡിൽ ആൻസർ ചെയ്യുമ്പോൾ ബയോഡേറ്റ്, ഇപ്പം ഇന്റർവ്യൂ ബോർഡിൽ ആൾക്കാർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതിയ കാര്യം തന്നെ അവിടെ പറയണം. ഇവിടെ ഒന്നും അവിടെ ഒന്നും അങ്ങനെ പറയാൻ പാടില്ല. ദർ ഷുഡ് ബി ഓൾവേസ് എ കോൺഫിഡൻസ്, എ ലിങ്ക്, എൻ എക്സസ് ബിറ്റ്വീൻ വാട്ട് ദ ബയോഡേറ്റ് ആൻഡ് വാട്ട് യു സ്പീക്ക്. നമ്മൾ പറയുന്നതും എഴുതുന്നതും തമ്മിൽ ബന്ധം ഉണ്ടാവണം. ഇപ്പൊ ഹോബീസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എഴുതി തന്നെ അവിടെ പറയണം. നിങ്ങളുടെ മോട്ടിവേഷൻ ഫാക്ടർ ചോദിക്കുമ്പോൾ ഇവിടെ എഴുതി തന്നെ അവിടെ പറയണം. അല്ലാതെ രണ്ടും, ഒന്ന് ചക്ക ഒന്ന് മാങ്ങ, ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് ആവരുത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാര്യം ഇവിടെ സൈക്കോളജിസ്റ്റ് പാനൽ ഉണ്ട്. പാനൽ ചിലപ്പോൾ 3 മെമ്പർ ആവാം, 4 മെമ്പർ ആവാം, 5 മെമ്പർ ആവാം, 6 മെമ്പർ ആവാം. ബട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് റെപ്രസെന്റേറ്റീവ് കാണും, PSCയുടെ ഒരു മെമ്പർ കാണും, അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ ഓഫ് ദ ബോർഡ്. മൂന്നാമത്തെ വ്യക്തിയാണ് സൈക്കോളജിസ്റ്റ്. പിന്നെ ചിലപ്പോൾ സബ്ജക്ട് എക്സ്പെർട്സ് ഒക്കെ കാണുമായിരിക്കും. ഈ 3 പേരാണ് നിങ്ങളുടെ മാർക്ക് നിശ്ചയിക്കുന്നത് പ്രധാനമായും. സൈക്കോളജിസ്റ്റ് ആണ് നമുക്ക് പ്രധാനത്തിനും പണി തരായിരിക്കുന്നത്. ഇറ്റ്സ് ദിയർ ഡ്യൂട്ടി, ദേ ആർ വെൽ ട്രെയിൻഡ്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഇന്റർവ്യൂ പാനൽസ്, ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഉള്ള PSC ഇന്റർവ്യൂ പാനൽസ് ഒന്നാണ് കേരള PSCയുടേത്. സോ അവരെ പറ്റിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ജെന്യൂനായിട്ട് അവിടെ ചെന്നിരുന്ന കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക, വരിക. കള്ളം പറഞ്ഞാൽ അവർക്ക് പിടിക്കാൻ പറ്റും. ദേ ആർ ട്രെയിൻഡ്, അല്ലെ? പല ആൾക്കാർ വന്നത് PSC ഇന്റർവ്യൂവിൽ പൊളിറ്റിക്കൽ രീതിയിൽ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാർക്ക് മാർക്ക് കിട്ടും. ഇങ്ങനെ എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ 100 കണക്കിന് കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ, ഇപ്പൊ മോക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് അവരെ പെർഫോം ചെയ്യുന്ന, അപ്പൊ നമ്മൾ വിചാരിക്കും ഇവന് ഒരു 13 മാർക്ക് കിട്ടും, ഇയാൾക്ക് ഒരു 12 മാർക്ക് കിട്ടും. ചില ആൾക്കാരുടെ പെർഫോമൻസ് നമുക്ക് അറിയാം, അത് ഈ മാർക്ക് വീഴാൻ സാധ്യതയില്ല നമുക്ക് തോന്നും. 99.9% ഓഫ് ദ ടൈം അവരുടെ റിയൽ മാർക്ക് അതനുസരിച്ചാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ മോക്ക് ഇന്റർവ്യൂവിന് ഒരു രാഷ്ട്രീയ സ്വാധീനത്തിലല്ലല്ലോ വന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്നുള്ള അനുസരിച്ചാണ് അവർക്ക് റിയലിലെ മാർക്ക് വരുന്നത്. റിയൽ ഇന്റർവ്യൂവിൽ ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. സി അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ്, ഈവൻ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണെങ്കിൽ പോലും കറപ്ഷൻ ചിലപ്പോൾ നടന്നിരിക്കും, ഒരു മിനിമം എമൗണ്ട് നടന്നിരിക്കും. ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ സാധാരണക്കാരെ ബാധിക്കുന്ന രീതിയിൽ PSC ഇന്റർവ്യൂവിൽ അത്തരത്തിലുള്ള ഒരു കാര്യമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കാം. അതിപ്പോ UN സെക്രട്ടറി ജനറൽ ഇലക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് ചിലപ്പോൾ ചെറിയ ചെറിയ ഉടായ്പകളും പ്രാക്ടീസും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും നടന്നിരിക്കും. അത് ലോകത്ത് എല്ലായിടത്തുള്ളതാണ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു PSC ഇന്റർവ്യൂ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ആൾക്കാരെ നയിക്കുന്ന ഏറ്റവും നല്ല ഇന്റർവ്യൂ ബോർഡുകൾ ഒന്നാണ് കേരള PSCയുടേത്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നിനെ പറ്റി ആരും നിങ്ങൾ ബേജാറാവണ്ട. എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, യെസ്, അത് മെൻഷൻ ചെയ്യാറില്ല, മെൻഷൻ ചെയ്യാട്ടോ, ഡോണ്ട് വറി. അപ്പം കോളേജിൽ നിങ്ങൾ ഇവന്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബയോഡേറ്റിൽ മെൻഷൻ ചെയ്യാം. വോളണ്ടിയറിംഗ് ആക്ടിവിറ്റീസിൽ അത് മെൻഷൻ ചെയ്യാം. പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ നിങ്ങൾ ചുറ്റും കാണാം. ഇന്റർവ്യൂ ഒക്കെ പ്രശ്നമാണ്, അതാണ് ഇതാണ്. ഒന്നുമല്ല. ഇന്റർവ്യൂവിന് മിനിമം 11 മാർക്ക്, മാക്സിമം 13 മാർക്ക്. ജനറൽ ഇതാണ് കാണുന്നത്. ചിലപ്പം ഇനി മാറിയെന്നിരിക്കാം. വലിയ റേഞ്ച് വ്യത്യാസമായ KS ഇന്റർവ്യൂ എടുക്കാം, അല്ലെങ്കിൽ അതിനകത്ത് മാർക്ക് വ്യത്യാസമാണ്. സബ് ഇൻസ്പെക്ടർ, അതിനകത്തൊക്കെ ഈ ഒരു റേഞ്ചിലാണ് മാർക്ക് എടുക്കാം. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ ഇന്റർവ്യൂവിന് നല്ല മാർക്ക് കിട്ടാറുണ്ട്. മോശമായി പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് മോശമായ മാർക്ക് കിട്ടാറുണ്ട്. ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഇറ്റ്. നിങ്ങൾ അതിലാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്. വേറെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും തേങ്ങയില്ല. വളരെ മികച്ച ഇന്റർവ്യൂ ബോർഡാണ് കേരള PSC, ഒരു സംശയം വേണ്ട. ഓക്കെ, അപ്പൊ ബയോഡേറ്റയുടെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആണ് പ്രതീക്ഷിക്കുന്നു. ഇനി കുറച്ച് ഗോൾഡൻ റൂൾസ്, അലംഘിതമായ ചില
നിയമങ്ങൾ നമ്മൾ ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ പറയാനുണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ എങ്ങനെ കയറണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ സംസാരിക്കണം, അതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടേക്കാം. തൽക്കാലം ഈ ഗോൾഡൻ റൂൾസ് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും കള്ളം പറയരുത്. കള്ളം പറഞ്ഞാൽ അവിടെ തീർന്നു. നിങ്ങൾക്ക് പിന്നെ ദർ ഇസ് നോ ഗോയിങ് ബാക്ക് വെൻ യു ലൈ. തെറ്റുത്തരം പറയില്ല, റോങ് ആൻസർ. അറിയാതെ ചോദിച്ചോണ്ട് അറിയില്ലെന്ന് തന്നെ ഫ്രാങ്ക് ആയിട്ട് പറയാം. പക്ഷെ ഞാൻ പഠിച്ചോളാം എന്നൊരു അഷുറൻസ് കൊടുക്കണം. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വായിക്കും എന്നൊരു അഷുറൻസ് കൃത്യമായിട്ട് കൊടുക്കുക. അത് നിങ്ങൾ വായിക്കുകയും വേണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. യു ഷുഡ്. നമ്മൾ പറയുമ്പോൾ ഇന്റർവ്യൂ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഇവൻ അല്ലെങ്കിൽ ഇവിടെ പോയി പഠിച്ചോളും കേട്ടോ, തൽക്കാലം അറിയില്ലെന്നുള്ളൂ, പക്ഷെ ആ കക്ഷി വീട്ടിൽ പോയി അപ്ഡേറ്റ് ചെയ്തോളും. അവർക്ക് ട്രസ്റ്റ് വേണം. അത് അത്രയും ജെന്യൂൻ ആയിട്ട് തന്നെ പറഞ്ഞെങ്കിലും അവർക്ക് ട്രസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ കള്ളം പറയരുത്, തെറ്റുത്തരം പറയരുത്, അനാവശ്യമായി ലോജിക്കൽ ഗസ്സിങ് നടത്തരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ചെയ്യുക, സാർ ഞാൻ ഒരു ഗസ് വർക്ക് നടത്തിക്കോട്ടെ. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് റിസ്ക് എടുക്കാനുള്ള മെന്റാലിറ്റി ഉണ്ട്, നമ്മളവിടെ പ്രൂവ് ചെയ്യാണ്. പക്ഷെ നമ്മൾ കള്ളം പറയുന്ന ഒരു വ്യക്തി അല്ലാന്ന് നമ്മളോട് തോന്നുന്ന സമ്മതിക്കുകയാണ്. ദാറ്റ്സ് ഗുഡ്. പക്ഷെ അനാവശ്യമായി പെർമിഷൻ ചോദിക്കാതെ അനാവശ്യമായി തള്ളരുത്. അല്ലെങ്കിൽ യു ആർ നോട്ട് സപ്പോസ് ടു ഡു ഗസ് വർക്ക്. ഒബ്ജക്റ്റീവ് പരീക്ഷ നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, വളരെ എഫക്റ്റീവ് ആണ്. ഇറ്റ് കംസ് ടു ഇന്റർവ്യൂ അത് ഓറലി നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. സ്കോപ്പ് ഇസ് വെരി ലെസ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വന്നിരുന്നാൽ മതി കോൾ റൂൾസിന്റെ കാര്യത്തിൽ. പിന്നെ അറ്റ് നോ പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ എന്താ പറയാ, പൊളൈറ്റ്നെസ് വിട്ട് പെരുമാറല്ല. ഇന്റർവ്യൂ ബോർഡിൽ നമ്മൾ എന്ത് ഉത്തരം പറയുമ്പോഴും സർ അല്ലെങ്കിൽ മാം അങ്ങനെ പറഞ്ഞു തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചോദ്യം ചോദിക്കുന്നു, നമ്മൾ അതിന്റെ ഉത്തരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മുടെ അഡ്രസ് അതിന് വെരി സീനിയർ, നമ്മുടെ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നത്. നമ്മൾ ആ റെസ്പെക്ട് എവിടെ കാണിക്കുക, ദേ വിൽ റെസ്പെക്ട് യു ബാക്ക്. ഇന്റർവ്യൂ ബോർഡ് പൊതുവെ 99% വളരെ കോർഡിയല്ല. മോനെ മോളെ എന്നെ കുറിച്ച് തന്നെ സംസാരിക്കുക, നമ്മളെ ഭയങ്കരമായിട്ട് കൂൾ ആക്കും. അവർക്ക് ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. സ്റ്റിൽ അവർ നമ്മളടുത്ത് വളരെ നല്ല രീതിയിലായിരിക്കുക. നമ്മൾ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള ഒരു പോളിസി ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അനാവശ്യമായി ഡിബേറ്റ്സിലേക്കോ തർക്കത്തിലേക്കോ പോകരുത്. ഓക്കെ, ഒരിക്കലും ഇന്റർവ്യൂ ബോർഡിലേക്ക് തർക്കത്തിലേക്ക് പോകരുത്. നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ നമ്മൾ പറയുന്നത് മണ്ടത്തരം നമുക്ക് അറിയാം, എന്നാലും പറഞ്ഞു പോയത് കൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ, പറഞ്ഞുകൊണ്ടിരിക്കും. അത് അപകടകരമാണ്. സോ ബി കൂൾ. കൂടുതൽ ഇന്റർവ്യൂ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കണ്ടന്റ് ബിൽഡ് ചെയ്യണം. കേരള ബാങ്ക് എന്താണ്, വിഷൻ എന്താണ്, മിഷൻ എന്താണ്, കേരള ബാങ്കിന്റെ സ്കീംസ്, ബാങ്കിന്റെ സ്ട്രക്ചർ, ഇന്ത്യയിലെ റൂറൽ സിസ്റ്റം എന്താണ്, അല്ലെങ്കിൽ ഈ നബാർഡ് കേരള ബാങ്ക് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിൽ ഒരു ബാങ്ക് സിസ്റ്റത്തിന്റെ ഗുണം എന്താണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണ്, കോപ്പറേറ്റീവ് സെക്ടറിന്റെ ബ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിനെ എങ്ങനെയാണ് ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളിലാണ് കേരള ബാങ്കിന് പ്രസൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റാണ് കേരള ബാങ്കിന്റെ ഭാഗമല്ലാത്തത്. കേരള ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ, നമ്മൾ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു സ്പെഷ്യൽ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തരാം. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കേരള ബാങ്കിന്റെ വെബ്സൈറ്റ് അരച്ച് കലക്കി പഠിച്ചിട്ടേ നിങ്ങൾ മോക്ക് ഇന്റർവ്യൂവിന് വരാവും. ഓക്കെ. മാത്രമല്ല ബാങ്കിങ് റിലേറ്റഡ് RBIയുടെ റൂൾസ് എന്താണ്, റെഗുലേഷൻസ് എന്താണ്, RBI സംബന്ധിക്കുന്ന കാര്യങ്ങൾ, റീസെന്റ് ആയിട്ടുള്ള ബാങ്ക് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് നോക്കുക. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, കോപ്പറേറ്റീവ് ബാങ്കുകൾ പല സ്ഥലത്തും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാരുടെ കാശ് പോകുന്നു, കോപ്പറേറ്റീവ് ബാങ്കുകൾ തകരുന്നു. അതിന്റെ റീസൺസ് എന്താണ്, സൊല്യൂഷൻ എന്താണ്, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ റോൾ എന്താണ്, അതൊക്കെ നോക്കിയിട്ട് വരാം. ഞാൻ ഗ്രൂപ്പിൽ ഇത് പലതും ഇട്ടേക്കാം. നമുക്ക് വളരെ കുറച്ച് സമയമാണ് മുമ്പിലുള്ളത്. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ഇന്റർവ്യൂവിനകത്ത് പറയാനുള്ള ഒരു കാര്യം. നമ്മുടെ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ഒരു കമ്മ്യൂണിറ്റിയാണ്, സ്റ്റുഡൻസിന്റെ കമ്മ്യൂണിറ്റിയാണ്. മാക്സിമം കണ്ടന്റുകൾ ഇതുപോലെ നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് എത്തിക്കുക, ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ ഫ്രീ ആയിട്ട് എത്തിക്കുക. നിങ്ങളുടെ ആ ഒരു ഉയർച്ചയിൽ ചെറിയൊരു ചവിട്ടുപടിയെങ്കിലും ആവുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് അത്ര റിസൾട്ട് കിട്ടിയത് ആ ഒരു മെന്റാലിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അത് മാത്രമാണ്. പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഉഴപ്പന്മാരും അല്ലെങ്കിൽ ഉഴപ്പികളും തൽക്കാലം അടുത്ത 2 ആഴ്ചത്തേക്ക് ഉഴപ്പൊക്കെ മാറ്റി വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്യട്ടോ. ഇന്റർവ്യൂ ഇസ് വെരി ഈസി. ഇത്രയും എളുപ്പപ്പണി വേറെ ഇല്ല. ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു പ്രോസസ് എന്ന് പറയാം. 10 മിനിറ്റ് നിങ്ങൾക്ക് വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് യു ക്യാൻ പ്രസന്റ് യുവർ സെൽഫ് ടു ദി ഇന്റർവ്യൂ ബോർഡ്. ഇഫ് യു ക്യാൻ കൺവിൻസ് ദം, നമുക്ക് അവിടെ ഒരു 1-2 മാർക്ക് എക്സ്ട്രാ കിട്ടും. അത് വെച്ച് നമുക്ക് റാങ്കിൽ അതിഭീകരമായിട്ടുള്ള വ്യത്യാസം വരുത്താൻ സാധിക്കും. ഇതാണ് എനിക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ബാച്ചിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാം, അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ്.